ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് OET റൈറ്റിങ്ങുമായി ബന്ധപ്പെട്ടൊരു ടോപ്പിക്കാണ്. OET റൈറ്റിങ്ങിൽ നമ്മൾ മിക്കവാറും തന്നെ യൂസ് ചെയ്യുന്നൊരു ഫ്രേസാണ് ആസ് വെൽ ആസ് എന്ന വേർഡ്. നമ്മൾ റീസെൻ്റ് കഴിഞ്ഞൊരു വീഡിയോയിൽ ചർച്ച ചെയ്തായിരുന്നു ഫോളോഡ് ബൈ ഫോളോയിങ്. അതുപോലെ തന്നെ ഒരു ഫ്രേസാണ് ഈ ആസ് വെൽ ആസ്. അതായത് നമ്മൾ യൂസ് ചെയ്യാൻ നേരത്ത് നമ്മൾ വളരെ കറക്റ്റായിട്ട് അത് യൂസ് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ റൂൾസ് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് മനസ്സിലാക്കാതെ നമ്മളത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ മിസ്റ്റേക്ക് വരാനും OET റൈറ്റിങ്ങിന് നമ്മുടെ മാർക്ക് ലോസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ഈ ആസ് വെൽ ആസ് എന്ന വേർഡ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാമെന്നും കൂടി നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. മിക്കവാറും എല്ലാവരും തന്നെ യൂസ് ചെയ്യുമ്പോൾ മിക്കവാറും മിസ്റ്റേക്ക് ഉണ്ടാക്കുന്നൊരു ഫ്രേസാണ് ഈ ആസ് വെൽ ആസ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആൻഡ് എന്ന വേർഡും ഈ ആസ് വെൽ ആസ് എന്ന വേർഡിൻ്റെ മീനിങ് ഏകദേശം ഒരേ മീനിങ് ആണ് വരുന്നത്. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഐ ആം ടയേർഡ് ആൻഡ് ഹംഗ്രി. ഐ ആം ടയേർഡ് ആസ് വെൽ ആസ് ഹംഗ്രി. ഈ ഐ ആം ടയേർഡ് ആൻഡ് ഹംഗ്രി എന്ന സെൻറ്റൻസും ഐ ആം ടയേർഡ് ആസ് വെൽ ആസ് ഹംഗ്രി എന്ന സെൻറ്റൻസിൻ്റെ മീനിങ് ഏകദേശം ഒരുപോലെയാണ് വരുന്നത്. ഇനി നമുക്ക് ഈ ആസ് വെൽ ആസ് എന്ന വേർഡ് യൂസ് ചെയ്യുമ്പോഴുള്ള ഈ ഫ്രേസ് യൂസ് ചെയ്യുമ്പോഴുള്ള റൂൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ആസ് വെൽ ആസ് എന്ന വേർഡ് യൂസ് ചെയ്യുമ്പോഴുള്ള റൂൾസും ഈ ആൻഡ് എന്ന വേർഡ് യൂസ് ചെയ്യുമ്പോഴുള്ള റൂൾസും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ആസ് വെൽ ആസ്, അതായത് ഈ റൂൾസ് മനസ്സിലാക്കാതെ നമ്മൾ ഈ ആസ് വെൽ ആസ് എന്ന ഫ്രേസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മിസ്റ്റേക്കുകൾ വരാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. മിസ്റ്റർ മാത്യു വാസ് അഡ്മിറ്റഡ് ആൻഡ് ഹി വാസ് ട്രീറ്റഡ്. നെക്സ്റ്റ് സെൻറ്റൻസ്, മിസ്റ്റർ മാത്യു വാസ് അഡ്മിറ്റഡ് ആസ് വെൽ ആസ് ഹി വാസ് ട്രീറ്റഡ്. ഇതിൽ നമ്മൾ മിസ്റ്റർ മാത്യു വാസ് അഡ്മിറ്റഡ് ആൻഡ് ഹി വാസ് ട്രീറ്റഡ് അതിൻ്റെ ഫസ്റ്റ് സെൻറ്റൻസ് ആണിത്. ആ സെൻറ്റൻസ് കറക്റ്റാണ്. ദെൻ നെക്സ്റ്റ് സെൻറ്റൻസ് മിസ്റ്റർ മാത്യു വാസ് അഡ്മിറ്റഡ് ആസ് വെൽ ആസ് ഹി വാസ് ട്രീറ്റഡ് എന്നാണ് അല്ലേ. നമുക്ക് ഒരിക്കലും ഈ ആസ് വെൽ ആസിന് ശേഷം സബ്ജക്റ്റ് പ്ലസ് വെർബ് ഫോം യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും മിസ്റ്റർ മാത്യു വാസ് അഡ്മിറ്റഡ് ആസ് വെൽ ആസ് ഹി വാസ് ട്രീറ്റഡ് എന്നാണ്. അതിൽ ഹി സബ്ജക്റ്റ് വരും, ട്രീറ്റഡ് എന്നുള്ളത് വെർബ് ഫോം ആണ് വരുന്നത്. അപ്പോൾ ഈ ഹി വാസ് ട്രീറ്റഡ് വരുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് വെർബ് ഫോം വരുന്നതുകൊണ്ട് നമുക്ക് ഈ ആസ് വെൽ ആസിന് ശേഷം ഒരിക്കലും അത് യൂസ് ചെയ്യാൻ പറ്റില്ല. ആഫ്റ്റർ ആസ് വെൽ ആസ് യു കനോട്ട് ഹാവ് സബ്ജക്റ്റ് പ്ലസ് വെർബ് ഫോം. ഓക്കെ, ഈ സബ്ജക്റ്റ് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ ഡൂവർ ഓഫ് ദ ആക്ഷൻ. ഓക്കെ, അതായത് ഹി, ഷീ, ഇറ്റ് ഓർ മേ ബി ഇറ്റ് ക്യാൻ ബി എ സബ്ജക്റ്റ് ലൈക്ക് കമ്പ്യൂട്ടർ ലൈക്ക് ദാറ്റ്. ദെൻ ഇനി നമുക്ക് ഈ ആസ് വെൽ ആസ് എന്ന വേർഡ് ഈ ഫ്രേസ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് സെൻറ്റൻസ് ഉണ്ടാക്കുന്നതിന് നോക്കാം. അതിനായിട്ട് നമുക്ക് രണ്ട് സെൻറ്റൻസ് നോക്കാം. ഫസ്റ്റ് വൺ, ഹി നീഡ്സ് അസിസ്റ്റൻസ് ഇൻ വാക്കിംഗ്. The second one, he needs encouragement to participate in an exercise program. അത് നമുക്ക് ഇതിൽ ഹി നീഡ്സ് എന്നുള്ളത് കോമൺ ആണല്ലേ. അപ്പോൾ ഹി നീഡ്സ് എന്നുള്ളത് കോമൺ ആക്കിയിട്ടാൽ ദ ഫസ്റ്റ് സെൻറ്റൻസിൽ അസിസ്റ്റൻസ് ഇൻ വാക്കിംഗ് എന്നുള്ളത് നമുക്ക് എ ആയിട്ട് എടുക്കാം. ദെൻ എൻകറേജ്മെൻറ്റ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ആൻ എക്സസൈസ് പ്രോഗ്രാം എന്നുള്ളത് ബി ആയിട്ടും കൺസിഡർ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഫോർമുല എങ്ങനെ വരും? എ പ്ലസ് ആസ് വെൽ ആസ് പ്ലസ് ബി എന്ന് വരും. അതിൽ ഹി നീഡ്സ് എന്നുള്ളത് കോമൺ ആണ്. അപ്പോൾ നമുക്ക് ഹി നീഡ്സ് അസിസ്റ്റൻസ് ഇൻ വാക്കിംഗ് ആസ് വെൽ ആസ് എൻകറേജ്മെൻറ്റ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ആൻ എക്സസൈസ് പ്രോഗ്രാം എന്ന് വരും. അതുപോലെ തന്നെ നമുക്ക് നേരത്തെ നമ്മൾ ഉണ്ടാക്കിയ തെറ്റാന്ന് പറഞ്ഞൊരു സെൻറ്റൻസ് ഉണ്ടല്ലേ, ഹി വാസ് അഡ്മിറ്റഡ് ആൻഡ് ഹി വാസ് ട്രീറ്റഡ്. അത് നമുക്ക് എങ്ങനെ എഴുതാം? ഈ ഹി വാസ് അവിടെ കോമൺ ആയതുകൊണ്ട് ഹി വാസ് അഡ്മിറ്റഡ് ആസ് വെൽ ആസ് ട്രീറ്റഡ് എന്ന് നമുക്കത് സെൻറ്റൻസ് ഫോം ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ ആസ് വെൽ ആസ് എന്ന വേർഡ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അതിൻ്റെ റൂൾ എന്താണ്, എങ്ങനെയാണ് സെൻറ്റൻസ് ഉണ്ടാക്കുന്നതെന്നൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ വീഡിയോസ്, OETയുടെ വീഡിയോസ് നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു ഓൾ.